ഹായ് കുട്ടികളെ, നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിലെ ട്രിഗ്നോമെട്രിയുടെ തുടർച്ചയാണ് നമ്മളിന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 30, 60, 90, 45, 45, 90 ഈ രണ്ട് ട്രയാങ്കിളുകളുടെ റേഷ്യോകളാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ വാല്യൂസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രി ഇതിൻ്റെയൊക്കെ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് 30 ഡിഗ്രിയുടെ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ച റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതിൽ ആദ്യം ട്രയാങ്കിൾ ABC, അതിൽ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. നമ്മൾ ഇന്നലെ പഠിച്ച റേഷ്യോ അനുസരിച്ച് 30 ഓപ്പോസിറ്റ് വരുന്ന 1, 60 ഓപ്പോസിറ്റ് വരുന്ന √3, 90 ഓപ്പോസിറ്റ് 2 ഇതാണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഓരോന്നിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നത്? ഈ 30, 60, 45 ഇതിന്റെ വാല്യൂസ് നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ തന്നെ എഴുതേണ്ടി വരും. ആ സമയം ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ അതിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. നമ്മുടെ ടെക്സ്റ്റിന്റെ ആ ചാപ്റ്ററിന്റെ ബാക്കിൽ അത് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിന്റെയും വാല്യൂസ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊന്ന് നോക്കാം. അതിലാദ്യം നമ്മള് 30ന്റെ വിലകളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ sin 30, sin 30 അതിന്റെ വാല്യൂ നമുക്കറിയാം. സൈൻ റിലേഷൻ വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. ഇവിടെ നമ്മൾ 30 ഡിഗ്രി വന്നിരിക്കുന്ന ഇവിടെയാണ്, സി ആണ് 30 ഡിഗ്രി. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് AB ആണ്. അവിടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ബൈ ഇനി അതിന്റെ ഹൈപ്പോട്യൂസ് 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്യൂസ്. അവിടെ വന്നിരിക്കുന്ന വാല്യൂ 2 ആണ്. അപ്പോൾ സൈൻ 30യുടെ വില 1/2 ആണ്. സൈൻ 30യുടെ വില വരുന്നത് 1/2. ഇനി അടുത്ത് കോസ് 30. കോസ് 30യുടെ വില നമ്മൾ ഇന്നലെ റിലേഷൻ കണ്ടു, അഡ്ജാസന്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. അപ്പോൾ 30യുടെ അഡ്ജാസന്റ് സൈഡ് എന്ന് പറയുന്നത് AC ആണ്. അവിടെ വന്നിരിക്കുന്ന വാല്യൂ √3 ആണ്. അപ്പോൾ √3 ബൈ ഹൈപ്പോട്യൂസിന് മാറ്റമില്ല, സെയിം തന്നെയാണ്, 2 തന്നെയാണ്. അപ്പൊ √3/2. അടുത്ത tan 30 സമം റിലേഷൻ നില കണ്ടു, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജാസന്റ് സൈഡ്. ഇതിന്റെ 30ന്റെ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്, അതിന്റെ വാല്യൂ 1 ബൈ അതിന്റെ അഡ്ജാസന്റ് √3, 1/√3. അപ്പൊ മൂന്നിന്റെയും വിലകൾ കിട്ടി. സൈൻ 30 1/2, കോസ് 30 √3/2, ടാൻ 30 1/√3. നമ്മളെ റിലേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ വിലകൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് അടുത്ത തന്നെ നോക്കാം. ഇതും അതേ ട്രയാങ്കിൾ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 60ന്റെ ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സെയിം തന്നെയാണ് ഇതിനകത്ത് തന്നെ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 60ന്റെ ആണ് ഇവിടെ എടുക്കുന്നത്. ആദ്യം നമുക്ക് സൈൻ 60 എടുക്കാം. സൈൻ 60 ഈക്വൽ സൈൻ്റെ റിലേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. ഇവിടെ നമ്മൾ 60 ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. സൈൻ 60 60 ആണ്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് AC ആണ്. AC എന്ന് പറയുന്നത് √3 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് √3. √3 ബൈ ഇതിന്റെ ഹൈപ്പോട്യൂസ് 2 ആണ്. അപ്പൊ √3/2. സൈൻ 60യുടെ വില √3/2 ആണ്. ഇനി അടുത്തത് കോസ് 60. അതിന്റെ അഡ്ജാസന്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ് ആണ്. അഡ്ജാസന്റ് സൈഡ് 60യുടെ ആണ്. 60യുടെ അഡ്ജാസന്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്. അടുത്തുള്ള വശം, സമീപവശം, അത് AB ആണ്. ABയുടെ വാല്യൂ 1 ആണ് ബൈ ഹൈപ്പോട്യൂസിന് മാറ്റമില്ല, 2 തന്നെയാണ്. അടുത്ത ടാൻ 60. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജാസന്റ് സൈഡ് ആണ്. അപ്പൊ 60ന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത് √3 ബൈ അഡ്ജാസന്റ് സൈഡ് 1, √3/1. ഇതിന് നമുക്ക് √3 എന്ന് തന്നെ കൊടുക്കാം. കാരണം 1 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ √3 തന്നെയാണ് അതിന്റെ വാല്യൂ വരുന്നത്. √3 ആണ് വരുന്നത്. ഇവിടെ ഇതിലൊരു റിലേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സൈൻ 30യുടെ വില 1/2 ആണ്.
കോസ് 60യുടെ വിലയും 1/2 ആണ്. അപ്പൊ സൈൻ 30യും കോസ് 60യും ഈക്വൽ ആണ്. നമ്മുടെ പുസ്തകത്തിലെ ആ ചാപ്റ്ററിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 ആണ് അതിന്റെ വാല്യൂ വരുന്നത്. അതേപോലെ തന്നെ കോസ് 30യും സൈൻ 60യും അതിന്റെ വാല്യൂ സെയിം തന്നെയാണ്. കോസ് 30യുടെ വില √3/2 ആണ്. സൈൻ 60യുടെ വിലയും √3/2 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂസ് രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ സൈൻ 30യും കോസ് 60യും സെയിം തന്നെയാണ്. അതേപോലെ തന്നെ കോസ് 30യും സൈൻ 60യും വാല്യൂസ് സെയിം ആണ്. നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിന്റെ വാല്യൂസ്. സൈൻ 30യുടെ വില നമുക്കറിയാം 1/2 എന്ന് പറയാൻ 0.5 ആണ്. സെയിം തന്നെ കോസ് 60യുടെയും 0.5 തന്നെയായിരിക്കും. ഇതേപോലെ തന്നെയാണ് കോസ് 30യുടെയും സൈൻ 60യുടെയും വില വരുന്നത്. അതും സെയിം തന്നെയാണ്. ഇനി നമുക്ക് അടുത്തത് 45 വരുന്നത് നോക്കാം. അതില് ആദ്യം നമുക്ക് സൈൻ 45 ഈക്വൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഏതെടുത്താലും 45 ഏതെടുത്താലും കുഴപ്പമില്ല. 245 ആയതുകൊണ്ട് നമുക്ക് മുകളിലുള്ളതിന്റെ തന്നെ ഓപ്പോസിറ്റ് എടുക്കാം. 45ന്റെ ഓപ്പോസിറ്റ് 1 ആണ്. ഈ 45 എടുത്താലും അതിന്റെയും സെയിം തന്നെയാണ്, 1 തന്നെയാണ് വരുന്നത്. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ 1 ബൈ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് √2, 1 ബൈ √2. അടുത്തത് കോസ് 45 അഡ്ജാസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. 45ന്റെ അഡ്ജാസന്റ് ഇതാണ് വരുന്നത്. അതും 1 തന്നെയാണ്. ഹൈപ്പോട്ടന്യൂസ് √2, 1 ബൈ √2. ഇതിന്റെ സൈന്റെയും അതേപോലെ തന്നെ കോസിന്റെയും വില 1 ബൈ √2 തന്നെയാണ്. ഇപ്പൊ രണ്ട് സെയിം തന്നെയാണ് വരുന്നത്. ഇനി ടാൻ 45 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജാസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡും 1 ആണ്, അഡ്ജാസന്റ് സൈഡും 1 ആണ്. 1 ബൈ 1 ആണ് വരുന്നത്. അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മള് വിലകള് 30, 60, 45 ഈ വിലകൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാം. റേഷ്യോയുമായി ബന്ധപ്പെടുത്തി ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിലിവിടെ ആദ്യത്തെ ട്രയാങ്കിള് ABC, അതില് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നമുക്ക് തന്നിരിക്കുകയാണ് 3 സെന്റിമീറ്റർ. നമുക്ക് മറ്റു രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കും. അപ്പൊ അതില് ഇവിടെ റേഷ്യോ നമുക്കറിയാം 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ ഇതേ മോഡലാണ് വരുന്നത്. നമുക്ക് ഓരോ സൈഡുകൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ 30 ഓപ്പോസിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ 30ന്റെ അടിയില് നമ്മൾ 3 എന്ന് കൊടുത്തു. ഇവിടെ 30ന്റെ റേഷ്യോ കൊടുത്ത് 1 ആണ്. അടുത്ത √3 എന്ന് പറയുന്നത് 1√3 ആണ്. എന്ന് വെച്ചാൽ 30ന്റെ കൂടെ വരുന്നത് എത്രയാണോ അതിന്റെ ഒപ്പം √3 ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 60ന് ഓപ്പോസിറ്റ് ഉള്ള വിലയായി. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 3 ആണ് 30ന് ഓപ്പോസിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒപ്പം √3 ചേർത്ത് എഴുതുക, 3√3. അപ്പൊ നമുക്ക് 60ന് ഓപ്പോസിറ്റ് ഉള്ള വില കിട്ടി. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള വില, അത് ഇവിടെ നോക്കിയാൽ അറിയാം. 30ന് ഓപ്പോസിറ്റ് 1 ആണ്, 90ന് ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടിയാണ്, 2 ആണ്. സെയിം തന്നെ നമ്മളിപ്പോ എടുക്കുമ്പോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വില 30ന് ഓപ്പോസിറ്റ് 3 ആണ്. അപ്പോ 90ന് ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടി 6 ആണ് 90ന് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 30ന് ഓപ്പോസിറ്റ് ഉള്ളതാണ് തരുന്നതെങ്കിൽ അതിന്റെ ഒപ്പം √3 ചേർത്ത് എഴുതിയാൽ 60ന് ഓപ്പോസിറ്റ് ഉള്ള വില കിട്ടും. ഇനി അതിന് 2 കൊണ്ട് ഗുണിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് 90ന് ഓപ്പോസിറ്റ് ഉള്ള വില കിട്ടും. ഇവിടെ 30ന് ഓപ്പോസിറ്റ് 3 ആണ്. അപ്പൊ 60ന് ഓപ്പോസിറ്റ് അത് വരുന്നത് AC വരുന്നത് 3√3, കാരണം അതിന്റെ ഒപ്പം √3 ചേർത്ത് എഴുതിയാൽ മതി. ഇനി 90ക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് വരുന്നത് ഈ 30ന്റെ ഓപ്പോസിറ്റ് വരുന്നതിന്റെ ഇരട്ടി, എന്നുവെച്ചാൽ 3ന്റെ ഇരട്ടി. അയാൾ BC എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ 6 സെന്റിമീറ്റർ, 3√3 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ സെയിം കണക്ക് തന്നെയാണ്, പക്ഷെ അളവൊന്ന് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 30ന് ഓപ്പോസിറ്റ് ആണ് 3 എടുത്തതെങ്കിൽ അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്
60 ഓപ്പോസിറ്റ് ആണ് 3. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് സാധാരണ 30-ന്റെയും 90-ന്റെയും കൂടുതൽ വരിക. ഇനി 60-ന്റെ വന്നു കഴിഞ്ഞാൽ അതുകൂടി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുകൂടി പറയുന്നത്. അതില് സെയിം തന്നെ ഇപ്പൊ നമ്മൾ കൊടുത്ത മാതിരി തന്നെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി അത് കൊടുത്തു. അതിനുശേഷം അതിന്റെ റേഷ്യോ 1:√3:2 എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 60-ന് ഓപ്പോസിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 60-ന് ഓപ്പോസിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 3 സെന്റിമീറ്റർ ആണ്. 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് 30-ന് ഓപ്പോസിറ്റ് ഉള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടു 30-ന് ഓപ്പോസിറ്റ് ഉള്ള തന്നു കഴിഞ്ഞാൽ 60-ന് ഓപ്പോസിറ്റ് ഉള്ളത് കണ്ടുപിടിക്കാൻ √3 കൊണ്ട് ഇൻറ്റു ആണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം √3 ചേർക്കാണ്. 3 × √3 ആണ് 3√3. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നേരെ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോ 3/√3 എന്ന് വരും. √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിവിഷൻ ആണ്. അപ്പൊ 3/√3. ഇനി ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടുക. അപ്പൊ ഇവിടെ വരുമ്പോ അത് 3/√3 × 2 എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6/√3 എന്ന് നമുക്ക് കൊടുക്കാം. 6/√3. ഈ 3/√3-നെ നമുക്ക് ചെറുതാക്കാം. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയുകയാണ്. അത് വരുമ്പോൾ ഞാൻ മുകളിൽ ചെയ്യാണ്. 3/√3. പിന്നെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 × √3 ആണ് 3 എന്ന് വരുന്നത്. √3 × √3 എന്ന് പറഞ്ഞാൽ √9 ആണ്. √9-ന്റെ വില 3 തന്നെയാണ്. അപ്പൊ നമുക്ക് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണത്. ഇത് ചെയ്യുമ്പോൾ 3 നമ്മൾ മാറ്റി √3 × √3 ബൈ അടിയിൽ √3 ചെയ്ത് കഴിയുമ്പോൾ ഒരു √3 ക്യാൻസൽ ചെയ്യാൻ ബാലൻസ് √3 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എഴുതുമ്പോൾ ഇതിൽ വരുമ്പോൾ വാല്യൂ നമുക്ക് ഇവിടെ √3 എന്ന് കൊടുക്കാം. അടുത്തത് 3. അടുത്ത് വരുമ്പോൾ √3-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2√3 ഇങ്ങനെ വരും. ഇതാണ് അതിന്റെ വാല്യൂസ് വരുന്നത്. നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെ തന്നെ കൊടുത്താലും ശരിയാണ്. പക്ഷെ നമുക്ക് സാധാരണ വരുമ്പോൾ നമ്മളൊന്ന് ചുരുക്കി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെയിം സംഖ്യ തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്കത് ചുരുക്കി എഴുതാൻ പറ്റും. കാരണം അടിയിലെ √3 ആണ്, മുകളിൽ 3 ആണ്. അതേപോലെ തന്നെ 2√2 വന്നാലും നമുക്ക് ഇതേപോലെ ചുരുക്കി എഴുതാൻ പറ്റും. ഇതേപോലെയാണ് ഇത് ചുരുക്കി എഴുതുന്നത്. അപ്പൊ 30, 60, 90 വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വേണം കണ്ടുപിടിക്കുക. 60-ന്റെ തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യണം. 60-ന്റെ കൂടുതലായിട്ട് വരാറില്ല. വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ സൈഡുകൾ നമുക്ക് കിട്ടി. 30-ന് ഓപ്പോസിറ്റ് വരുന്ന √3 ആണ്. 90-ക്ക് ഓപ്പോസിറ്റ് 2√3 ആണ്. ഇതാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഹൈപ്പോട്ടന്യൂസ് വന്നു കഴിഞ്ഞാൽ മറ്റു രണ്ട് സൈഡുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ സെയിം തന്നെയാണ് ആംഗിളുകൾ. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. റേഷ്യോ 1:√3:2. ഇവിടെ 90-ക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് 4 ആണ്, 4 ആണ്. അപ്പൊ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് 30-ന് ഓപ്പോസിറ്റ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട് 30-ന് ഓപ്പോസിറ്റ് ഉള്ളതിന്റെ ഇരട്ടിയാണ് 90-ന് ഓപ്പോസിറ്റ്. അപ്പൊ എന്താണ് 90-ന്റെ ഓപ്പോസിറ്റ് വരുന്നതിന്റെ പകുതി ആയിരിക്കും 30-ന്റെ ഓപ്പോസിറ്റ്. അപ്പോ 90-ന് ഓപ്പോസിറ്റ് 4 ആണ് വരുന്നതെങ്കിൽ 30-ന് ഓപ്പോസിറ്റ് അതിന്റെ പകുതി 2 ആയിരിക്കും. പിന്നെ അതിന്റെ ഒപ്പം √3 ചേർത്ത് എഴുതി കഴിഞ്ഞാൽ 60-ന് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. അപ്പൊ അത് 2√3. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഈ 60-ന്റെ തന്നിട്ടുണ്ടെങ്കിൽ 60-ന്റെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിവിഷനിലേക്ക് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ബാക്കി രണ്ടും വളരെ എളുപ്പമാണ്. അത് രണ്ടുമാണ് നമുക്ക് കൂടുതലും വരിക. 30-ന്റെയും അതുപോലെ 90-ന്റെയും ഓപ്പോസിറ്റ് വരുന്നത്. അത് തന്നിട്ടാണ് കൂടുതലും ചോദ്യങ്ങൾ വരിക. 60-ന്റെ ഓപ്പോസിറ്റ് തന്നിട്ട് ഇടയ്ക്ക് വരാറുണ്ട്, കൂടുതലായിട്ട് അങ്ങനെ വരാറില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാണത്. മറ്റേ രണ്ടും നമുക്ക് വളരെ എളുപ്പമാണ്. 30-ന് ഓപ്പോസിറ്റ് ഉള്ളത് തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എഴുതാം. 60-ന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഒപ്പം √3 ചേർത്താൽ മതി. 90-ന് ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടി എടുക്കുക. ഇനി 90-ന് ഓപ്പോസിറ്റ് ഉള്ള അളവാണ് തരുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 30-ന് ഓപ്പോസിറ്റ് ഉള്ളത് അതിന്റെ പകുതി എടുക്കുക. ആണിപ്പോ നമ്മൾ പകുതി എടുത്തത് 4-ന്റെ പകുതി 2. പിന്നെ അതിന്റെ ഒപ്പം √3 ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 60-ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. 2√3 ഇവിടെ വരുമ്പോ നമുക്ക് 30-ന് ഓപ്പോസിറ്റ് 2 എന്ന് കിട്ടി. 60-ന് ഓപ്പോസിറ്റ് 2√3 എന്ന് കിട്ടി. 2√3 സെന്റിമീറ്റർ. ഇവിടെ 2 സെന്റിമീറ്റർ. സെയിം തന്നെ ഇവിടെ √3 സെന്റിമീറ്റർ, ഇവിടെ 2√3 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ മറ്റ് രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കുന്നത്.
ഇനി നമുക്ക് 45, 45, 90 ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അതിൽ നമുക്ക് 45 ഡിഗ്രി 90 ഡിഗ്രിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ട്രയാങ്കിൾ ABC തന്നെയാണ്. അതിൽ 45 ഓപ്പോസിറ്റുള്ള സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആംഗിളുകള് 45 ഡിഗ്രി 90 ഡിഗ്രി. റേഷ്യോ 1:1:√2. 45 ഏത് ഓപ്പോസിറ്റ് ഏത് തന്നു കഴിഞ്ഞാലും സെയിം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എടുത്താൽ മതി. ഇവിടെ നമുക്ക് 45 ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട് 4 ആണ്. ഇവിടെ നമ്മൾ കണ്ടു 1 ആണെങ്കിൽ അടുത്ത റേഷ്യോ 1 തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോ ഇവിടെ 40 ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ അടുത്ത 45 ഓപ്പോസിറ്റും സെയിം തന്നെയാണ്, 4 തന്നെയാണ്. ഇനി 90 ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ ഇത് നിങ്ങൾ ആ 45 ഓപ്പോസിറ്റ് വന്നേക്കുന്നതിന്റെ ഒപ്പം √2 ചേർത്ത് എഴുതിയാൽ മതി. ഇൻറ്റു ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അടുപ്പിച്ച് എഴുതിയാൽ മതി 4√2. അപ്പോൾ വാല്യൂ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 45, 90 വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 45 ഓപ്പോസിറ്റ് ഉള്ള തരുന്നതെങ്കിൽ ഒരെണ്ണം കൂടി ആ വില തന്നെയായിരിക്കും. 90 ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ അതിന്റെ ഒപ്പം √2 ചേർത്താൽ മതി. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ 45 ഓപ്പോസിറ്റും 4 സെന്റിമീറ്റർ തന്നെയാണ്. 90 ഓപ്പോസിറ്റ് വരുമ്പോൾ 4√2 സെന്റിമീറ്റർ ആണ്. ഇതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ 4 √2. ഇനി നമുക്ക് അടുത്തത് 45, 90 തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ 90 ഓപ്പോസിറ്റ് ആണ് നമ്മൾ 4 കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 40 ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞാനായാലും വില കൊടുത്തിരിക്കുന്നത് 90 ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതിന്റെയും നമുക്ക് ആംഗിൾ വരുന്നത് 45 ഡിഗ്രി 90 ഡിഗ്രി. റേഷ്യോ 1:1:√2. ഇവിടെ പക്ഷെ തന്നിരിക്കുന്നത് 90 ഓപ്പോസിറ്റ് ആണ്. 90 ഓപ്പോസിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 4 ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു അപ്പുറത്തേക്ക് നമ്മൾ ചെയ്തപ്പോ √2 കൊണ്ട് ഇൻറ്റു ആണ് ചെയ്തത്. അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോ √2 കൊണ്ട് ഡിവൈഡ് ആണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ അടുത്ത് വരുന്ന 4/√2 സെയിം തന്നെയായിരിക്കും അടുത്തേലും. കാരണം 45 ഓപ്പോസിറ്റ് ഇവിടെ 1 ആണ്. അപ്പൊ ഇവിടെ വരുന്നത് സെയിം തന്നെയായിരിക്കും. 4/√2 ഇതാണ് വരുന്നത്. നമുക്ക് ഇതും വേണമെങ്കിൽ ചുരുക്കി എഴുതാം. കഴിഞ്ഞ കണക്കില് 3/√3 കൊടുത്ത മാതിരി തന്നെ ഇതിനെയും നമുക്ക് ചുരുക്കി എഴുതാം. അങ്ങനെ എഴുതാൻ അറിയാവുന്നവര് അങ്ങനെ ചുരുക്കി എഴുതാം. അല്ലാത്തവർ ഇത് തന്നെ കൊടുത്താലും മതി. അപ്പൊ അതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഞാൻ പറയാം. ഇതില് നമുക്ക് 4/√2 ആണ് വന്നിരിക്കുന്നത്. നമ്മള് 4/√2 4ന് നമുക്ക് 2 × 2 എന്ന് കൊടുക്കാം. 2 × 2/√2. ഇനി ഇതില് ഒരു 2 അത് നമുക്ക് വീണ്ടും പിരിച്ചെഴുതാം. അത് നമുക്ക് √2 × √2 എന്ന് കൊടുക്കാം. അപ്പൊ √2 × √2 ബാലൻസ് 2 അങ്ങനെ തന്നെയുണ്ട്. ആ 2 കൊടുത്തു /√2. അപ്പൊ ചെയ്യുമ്പോ ഒരു √2 ക്യാൻസൽ ആയി. ബാലൻസ് 2√2. അപ്പൊ നമുക്ക് അതിന്റെ വില കിട്ടി 2√2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ വാല്യൂ കൊടുക്കുമ്പോ നിങ്ങൾ അറിയാൻ പാടില്ലാത്തവർ ഇത് തന്നെ എഴുതിയാൽ മതി. 4/√2 ഇനി ചെയ്യാൻ അറിയാവുന്നവര് കണക്കുകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറുതാക്കേണ്ടി വരാം. അങ്ങനെ വരുമ്പോ ആ രീതിയിൽ ചെയ്ത് എഴുതിയാൽ നന്നായിരിക്കും. അറിയാൻ പാടില്ലാത്തവർ ഇത്ര എഴുതി നിർത്തുക. അപ്പോ ഇവിടെ വരുമ്പോ നമ്മളിവിടെ 4 ആണെങ്കിൽ ഇതില് നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? 2√2. അടുത്ത അതേപോലെ തന്നെ 2√2 ഇതാണ് വരുന്നത്. ഇത് രണ്ട് എഴുതിയാലും നമുക്ക് ആൻസർ സെയിം തന്നെയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ ട്രയാങ്കിളിന്റെ ഒക്കെ ഏരിയകൾ കണ്ടുപിടിക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.